ലാൽകുമാർ, ഇത് തന്നെയാണോ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കാട്ടുന്ന ചില ഒത്തുകളികളായി ആളുകൾക്ക് തോന്നാൻ ഇടവരുത്തുന്നത്? ഇങ്ങനെ വിലക്കിൻ്റെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ പോലും ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഒപ്പം നിയമസഭയിലേക്ക് പോകുന്നതിലൂടെ കൊടുക്കുന്നൊരു മെസ്സേജ് എന്താണ്? സഭയ്ക്കകത്തിരിക്കുമ്പോൾ സഭ തീരുന്നതിന് തൊട്ട് മുമ്പ് അങ്ങനെയാണ് മാധ്യമങ്ങളെല്ലാം അതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് സഭ തീരുന്നതിന് മുമ്പ് വേഗം സ്ഥലം കാലിയാക്കാൻ, സ്ഥലം വിടാം, സഭയിൽ നിന്ന് വിട്ടുപോകാൻ, ഇറങ്ങിപ്പോകാൻ, നേരത്തെ പോകാൻ പറയുന്ന വിധത്തിലേക്കുള്ളൊരു നിർദ്ദേശം പോകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നു. എനിക്കൊന്ന് ലാൽ അതൊക്കെ കണ്ടു കാണും. അതേസമയം തന്നെ മാധ്യമങ്ങൾ പിന്നീട് വന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ചില മാധ്യമങ്ങളാണ്, അതിൻ്റെ ഒന്നും സ്ഥിരീകരണമൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും 4ഓളം പരാതികൾ പ്രതിപക്ഷ നേതാവിന് കിട്ടി എന്ന തരത്തിലേക്കൊരു ബിൽഡപ്പ് ഉണ്ടാകുന്നു. വൈകുന്നേരമാകുമ്പോൾ ഇന്ന് KPC യോഗം നടക്കുമ്പോൾ പക്ഷേ ആ KPC യോഗത്തിൽ VD സതീശൻ അതേക്കുറിച്ച് മിണ്ടിയിട്ടേയില്ല എന്ന് ഇതേ മാധ്യമങ്ങൾ തന്നെ പറയുന്ന മറ്റൊരു തരത്തിൽ ആ വാർത്ത രൂപപ്പെടുന്നു. ഇങ്ങനെ അടിമുടി ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന പല തരത്തിലുള്ള അഭ്യാസങ്ങളാണ് ഇന്നത്തെ ഒരു ദിവസം. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതിലൊരു വലിയ പൊളിറ്റിക്കൽ ഡ്രാമയുണ്ട് എന്ന് പറയുന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ ഈ ദിവസത്തെ ഈ നടപടികളിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താവാം ലാൽകുമാർ? അല്ല, പ്രതിപക്ഷ നേതാവ് സത്യത്തിൽ ഒരു വീക്ക് പേഴ്സണാലിറ്റിയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. സത്യത്തിൽ കഷ്ടം തോന്നുന്നു. എനിക്ക് നമ്മൾ നോക്കൂ, ശരത്തേട്ടൻ ഉൾപ്പെടെ നമ്മളെല്ലാം ഇരിക്കുന്ന ചർച്ചകളിൽ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പ്രതിപക്ഷ നേതാവ് നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ. കാര്യം ഏതൊരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലും വി ഓൾവേസ് എക്സ്പെക്ട് ഓപ്പോസിഷൻ ടു പെർഫോം വെൽ, ബിക്കോസ് അത് വേണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒരു മോശപ്പെട്ട ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവൃത്തി ചെയ്തൊരു മനുഷ്യനെ, ആ മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഗാർഡ് ചെയ്യാനുള്ള വലിയ ശ്രമം നടത്തുകയും എന്നിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ക്യാരാപ്പേസിൻ്റെ അണ്ടറിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രീതിയിൽ ഇരിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, രാഹുൽ മാങ്കൂട്ടം അവിടെ ചെല്ലണമെങ്കിൽ VD സതീശൻ്റെ അറിവ് കൃത്യമായിട്ടുണ്ട്. നോക്കൂ, ഇന്ന് രാവിലെ VD സതീശൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതികരിക്കാമായിരുന്നല്ലോ. എന്താണ് VD സതീശൻ? മാധ്യമങ്ങൾ ഓരോ പ്രാവശ്യവും എപ്പോഴേലും പ്രതികരിക്കാതെ അദ്ദേഹം പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്ന് അദ്ദേഹം വളരെ ഡെലിബറേറ്റ് ആയിട്ട് പ്രതികരിച്ചില്ല. അപ്പം ഞാൻ കാണുന്നത് ഇറ്റ് ഈസ് ഓൾ സ്റ്റേജ്ഡ്. എനിക്ക് അതിനകത്ത് ഒരു സംശയമില്ല. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നോക്കൂ, ഈ VD സതീശൻ്റെ ട്രസ്റ്റഡ് ലെഫ്റ്റനൻ്റായിട്ട് നിന്ന 2 പേരാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും. ഈ 2 പേരും യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത്, പ്രത്യേകിച്ച് VD സതീശനുമായി ഉണ്ടായിരുന്ന ബന്ധം വളരെ ഹൈ ആണ്. ഇവർ ഹൈജാക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ കൂടെയാണ് പലതും കടന്നു പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് എവിഡൻ്റ്ലി യു ക്യാൻ സീ ഇറ്റ് ഫ്രം ഓൾ ദ എപ്പിസോഡ് വിച്ച് ഹാപ്പൻഡ് ഏർലിയർ. അത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ VD സതീശന് ഹാംഫുൾ അല്ലാതെ ഇതിൽ നിന്ന് ഇറങ്ങുകയും വേണം, എന്നാൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന ലേഡി ഉൾപ്പെടെ അടങ്ങുന്ന ആൾക്കാർ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഉണ്ട്, നന്നായി കേൾക്കാം. ഈ ലേഡി ഉൾപ്പെടെ, ആദ്യത്തെ ആ ലേഡി ഉണ്ടല്ലോ, ആ ലേഡി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആദ്യം പറയുന്നത് എന്താണ്? അവർ പരാതി കൊടുത്തത് VD സതീശനാണ്. നോക്കൂ, ഒരു പൊതുപ്രവർത്തകന് ഇത്രയും മോശപ്പെട്ട രീതിയിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പരാതി കിട്ടുമ്പം ആ പൊതുപ്രവർത്തകൻ എന്താണ് ചെയ്യേണ്ടത്? ആ ചെയ്യേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് ചെയ്തോ? അപ്പൊ അത് മുക്കുമാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്, അല്ലേ? 4ഓളം കംപ്ലൈന്റ് ഉണ്ട് എന്ന് ശരത്തേട്ടൻ സൂചിപ്പിക്കുന്നു. പോട്ട്, അതൊക്കെ നമുക്ക് വിടാം. ആദ്യം റിനി ആൻ എന്ന് പറഞ്ഞൊരു ലേഡി, ഷീ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു കം ഔട്ട് ആൻഡ് സ്പീക്ക് അഗെയിൻസ്റ്റ് രാഹുൽ മാങ്കൂട്ടോ, അല്ലേ? അവർ പറഞ്ഞതിനകത്ത് VD സതീശൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ കംപ്ലൈന്റ് കോൺഗ്രസിൽ എത്തിയിട്ടുണ്ടോ? ആ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞിട്ടല്ലേ ഈ പറയുന്ന സീറ്റ് കൊടുക്കുകയും മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയും നമ്മുടെ മക്കളാണെന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുകയും ചെയ്തത്. അപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി, പ്രതിപക്ഷ നേതാവ്, ഇതിനകത്ത് ഈക്വലായിട്ട് ഉള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു ആസ്പെക്ട്. ഈ പറയുന്ന എൻറ്റയർ എപ്പിസോഡ്, ഇന്നത്തെ നടന്ന എപ്പിസോഡ് ഉൾപ്പെടെ സ്റ്റേജിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, ലെറ്റ് us take the other way around. ഒരു കണ്ടൻഷന് വേണ്ടി മറ്റൊരു രീതിയിലാണെന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടല്ലോ. VD സതീശൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. VD സതീശൻ ആത്മാർത്ഥമായി ഈ പയ്യൻ വരാൻ പാടില്ലായിരുന്നു ആണ്, എന്നിട്ടും അയാൾ വന്നു. അങ്ങനെയാണെങ്കിൽ VD സതീശൻ ഇന്ന് രാജിവെക്കണം, വേണ്ടേ? VD സതീശൻ എന്തിനാ പദവിയിലിരിക്കുന്നത്? ഇപ്പൊ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇന്ന് നിങ്ങളോട് പറയുന്ന മാധ്യമപ്രവർത്തകർ ഇന്ന് എയർ ചെയ്യുന്നതാണ് യഥാർത്ഥ നറേറ്റീവ് എങ്കിൽ VD സതീശൻ ഇപ്പൊ രാജിവെക്കണം, വെക്കണ്ടേ?
എന്തിനാ വി ഡി സതീശൻ ആ കസേര ഇരിക്കുന്നത്? ഒരല്പം അന്തസ്സുള്ളവരാണെങ്കിൽ ഇറങ്ങിപ്പോവും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുള്ള ഒരാൾ കേൾക്കുന്നില്ല. ഇരുത്തുവോ മുഖ്യമന്ത്രി? ഒന്നും വേണ്ട, വേറൊരാളാവട്ടെ, പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരാളിരിക്കട്ടെ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടെങ്കിൽ, അയാളെ ബൈപ്പാസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ പാർട്ടി കാണുമോ CPM-നകത്താണെങ്കിൽ? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നിയിൽ വി ഡി സതീശൻ്റെ അറിവോടുകൂടി, അതിലാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്. അതല്ല എങ്കിൽ വി ഡി സതീശൻ പാവം ഇതൊന്നും അറിഞ്ഞില്ല. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റിനിയാൻ ആൻഡ് കംപ്ലൈൻറ്റ് ഉള്ളപ്പോൾ പോലും അദ്ദേഹം ഒന്നും ചെയ്യാതിരുന്നിട്ടും ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടാവുകയും അദ്ദേഹത്തിന് ആത്മാർത്ഥമായി ഇയാളെ പുറത്തു നിൽക്കണമെന്നും മാറ്റി നിർത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നിട്ടും അദ്ദേഹം വിചാരിച്ചിട്ട് നടന്നില്ല. ബാക്കി കോൺഗ്രസിന്റെ പ്രബലമായ കക്ഷി അദ്ദേഹം അല്ല എന്നും മറ്റുള്ള ആൾക്കാരാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആൾ അങ്ങോട്ട് വരാനും പാടില്ല, രാജിവെക്കുകയും വേണം. ഇതാണ് ചെയ്യേണ്ടത്. ഇതല്ലേ ചെയ്യേണ്ടത്? ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇവരെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാനത് ഒന്ന് രണ്ടിടത്ത് പറഞ്ഞാണ് വീണ്ടും പറയുക. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാൾ കോൺഗ്രസ് അല്ലല്ലോ, നമ്മൾ വിട്ടല്ലോ. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് കോൺഗ്രസ് ആണെന്നാണോ അല്ലെന്നാണോ? കോൺഗ്രസ്. അയാൾ ഇന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണെന്നാ. അയാൾ പറഞ്ഞതാ ശരി. കാര്യം കോൺഗ്രസ് ആണെന്ന് അയാൾ പറഞ്ഞു, അതാണ് ശരി. ഈ പറയുന്ന കോൺഗ്രസിന്റെ വക്താക്കളും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പറയുന്നതല്ല ശരി. കാരണം ഞാൻ പറഞ്ഞുതരാം. ശരത്തേട്ടനെ നാളെ ഞാനൊരു എക്സാമ്പിൾ എടുത്താ പറയുന്നത്. ശരത്തേട്ടനെ നാളെ കൈരളി സസ്പെൻഡ് ചെയ്യുന്നു. ഒരു ഫിക്ടീഷ്യസ് കേസ് പറയുക. ശരത്തേട്ടന് കൈരളിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ മറ്റൊരാളെ CPM സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്താൽ ആ പാർട്ടിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ശരത്തേട്ടനെ സസ്പെൻഡ് ചെയ്ത ആളെ ഡിസ്മിസ് ചെയ്യാനുള്ള അവകാശം മാനേജ്മെന്റിലുണ്ടോ? ആ ഡിസ്മിസ് ചെയ്യണമെങ്കിൽ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തു നിൽക്കുന്ന ആളുടെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ മേളിൽ ഈ സ്ഥാപനത്തിന് ഒരു കൺട്രോൾ ഉള്ളതുകൊണ്ടല്ലേ ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്നത്. ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ പുറത്തു നിൽക്കുന്ന ആളെ ഇവർക്ക് പുനർ നടപടി ഒന്നും പറ്റത്തില്ലല്ലോ. കോൺഗ്രസ്സുകാർക്ക് ഈ മനുഷ്യനെതിരെ പുറത്തു പോയി കഴിഞ്ഞല്ലോ, വേണ്ടേ? ആ പുനർ നടപടി ഇയാൾക്കെതിരെ പറ്റും. പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കി, സസ്പെൻഷനില്ല, പൂർണ്ണമായി പുറത്താക്കാൻ കോൺഗ്രസിന് പറ്റുമോ? പുറത്താക്കലല്ല, പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം ഇയാളുടെ മണ്ടയ്ക്ക് ഇപ്പോഴും അതിന്റെ കൺട്രോൾ ഉണ്ടെന്നല്ലേ? അല്ലേ? ഹലോ, അതെ അതെ, അങ്ങനെ തന്നെയാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് പുറത്താക്കലേ അല്ല. ആ പാർട്ടിക്ക് നിയന്ത്രണം ഉണ്ടെന്ന് തന്നെയാണ്. ഈ പറയുന്ന നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കല്ലേ ചെയ്യുന്നവര്? ഈ പറയുന്ന നാട്ടുകാരെ പറഞ്ഞു പറ്റി KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ പറയുന്ന നാട്ടിലുള്ളവരെല്ലാം ഈ നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കല്ലേ ചെയ്യുന്നേ? ആണോ അല്ലയോ? ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കത്തില്ല. മാധ്യമങ്ങൾ അത് വരുമ്പോഴത്തേനുണ്ടല്ലോ പതുങ്ങിയാ സംസാരിക്കുന്നത്. കേട്ടു നോക്കിയാൽ മനസ്സിലാവും. ശക്തമായി അവതരിപ്പിക്കേണ്ട ഒരു വിഷയമാണ് അത്. സസ്പെൻഷനിലല്ലേ ഉള്ളൂ, ബാക്കിയുള്ളതല്ലേ. ഇത് എക്സംപ്ലിഫൈ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ലെന്നുള്ള അവർക്ക് താല്പര്യമില്ല. കാര്യം അവർക്ക് ഈ പറയുന്ന എപ്പിസോഡ് നടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാളുടെ വിഷയം, കാര്യം മാധ്യമപ്രവർത്തകരെ അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർക്ക് തന്നെ പ്രശ്നം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ശക്തമായി വിഷയം പിടിച്ചിട്ടുള്ളപ്പോഴും ഈ പറയുന്ന വിഷയത്തിനിടയിൽ കൂടെ സതീശനെ പ്രൊട്ടക്ട് ചെയ്തെടുക്കാൻ എടുക്കുന്ന ഒരു ആർജവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എനർജി, അത് ചെറുതല്ല. അവിടെയാണ് ഇതിനകത്ത് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ കേരളത്തിൽ കുറെ ഓഡിയോയുടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ സ്ഥാപനങ്ങളുണ്ട്. അവർക്കിത് പുറത്തു വിടുന്നതിന് എന്താ പ്രശ്നം? ഒരു CPM-കാരൻ്റെ വീട്ടിലെ ആ CPM-കാരൻ്റെ വീടിൻ്റെ അയൽവക്കത്തെ വീട്ടുകാരൻ്റെ അപ്പുറത്തെ വീട്ടുകാരൻ്റെ പേരായിരുന്നെങ്കിൽ CPM ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ എന്ന് പറഞ്ഞു വെച്ച് അപ്പുറത്തെ വീടിന് പറയാതെ ഒരു വാർത്ത കൊടുക്കുന്ന ഒരു കാലമില്ലേ? ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇത് കൊടുക്കത്തില്ല. കാര്യം എന്താ? അതാണ് ടൈപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ കുറെ നാളുകളായെങ്കിലും വലതുപക്ഷത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അതിന്റെ ഭാഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പറഞ്ഞാൽ സസ്പെൻഷൻ നടത്തി ബാക്കിയുള്ള നടത്തി എന്ന് പറയുന്നതും ഒരു കാര്യമില്ല. ശരി.